പ്രേക്ഷകർക്കും സ്വാഗതം. നമ്മൾ ആരംഭിക്കുകയാണ് ഗുഡ് നൈറ്റ് വിത്ത് പ്രജൻ ആൻഡ് പ്രവിത. അപ്പോ ഇന്ന് ഒരുപാട് വിശേഷങ്ങളുണ്ട്. പ്രേക്ഷകർക്ക് നിങ്ങളുടെ വിശേഷങ്ങൾ അറിയിക്കാനുള്ള സമയം കൂടിയാണ്. അപ്പം വാർത്തകൾ മാറ്റിവെക്കുന്നില്ല. എല്ലാ പ്രധാനപ്പെട്ട വാർത്തകളും ഈ 1 മണിക്കൂർ നേരം പ്രേക്ഷകരുമായി പങ്കുവെക്കാൻ ശ്രമിക്കുകയാണ്. ഒപ്പം ഒരുപാട് മറ്റ് പല കാര്യങ്ങളും പറയാനുണ്ട്. ഒരുപാട് സെഗ്മെന്റുകളുണ്ട്. നിങ്ങളുടെ വിശേഷങ്ങൾ പറയുന്നു. ഒപ്പം നിങ്ങൾ 24-ന്റെ ഈ സ്ക്രീനിൽ, നമ്മുടെ സ്വന്തം സ്ക്രീനിൽ എത്തുകയും ചെയ്യും വൈകാതെ. അപ്പോൾ വെൽക്കം ചെയ്യാം. തീർച്ചയായിട്ടും എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. എല്ലാ ദിവസവും ഞങ്ങൾ പറയുന്നത് പോലെ തന്നെ നമ്മൾക്ക് പ്രധാനപ്പെട്ട വാർത്തകൾ മാറ്റിവെച്ചിട്ട് ഒരു പരിപാടിയുമില്ല. അപ്പം ആദ്യം നോക്കാം ന്യൂസ് ഹെഡ്ലൈൻ. You are watching 24 from News Headquarters, Kochi. നീറ്റ് UG പരീക്ഷാ ക്രമക്കേടിൽ മുഖ്യ ആസൂത്രകൻ പിടിയിലായെന്ന് CBI. അറസ്റ്റിലായത് ജാർഖണ്ഡ് ഹസാരിബാഗ് സ്വദേശി അമൻ സിംഗ്. കേസിൽ അന്വേഷണം തുടരുന്നു. കേരളത്തിലെ തെരഞ്ഞെടുപ്പ് തോൽവി കാരണം സർക്കാരിനെതിരായ ജനവികാരമെന്ന് CPIM പോളിറ്റ് ബ്യൂറോ അംഗം പ്രകാശ് കാരാട്ട്. പാർട്ടിക്ക് ജനങ്ങളുമായുള്ള ജൈവബന്ധം നഷ്ടമായി. പരാമർശം മധ്യമേഖലാ റിപ്പോർട്ടിംഗിനിടെ വോട്ട് ചോർച്ച ഗൗരവമായി പരിശോധിക്കണമെന്ന് വീണ്ടും ഓർമ്മിപ്പിച്ച് കേന്ദ്ര കമ്മിറ്റി അംഗം ഡോക്ടർ TM തോമസ് ഐസക്. നെടുമ്പാശ്ശേരി അവയവക്കടത്ത് കേസ് അന്വേഷണം NIA ഏറ്റെടുത്തു. രാജ്യാന്തര തലത്തിൽ നടന്ന ഇടപാടെന്ന നിഗമനം. കൊച്ചി NIA കോടതിയിൽ FIR സമർപ്പിച്ച് അന്വേഷണ സംഘം. അവയവക്കടത്ത് പുറം ലോകമറിഞ്ഞത് 24-ലൂടെ. ഓഫീസിൽ റീൽ ചിത്രീകരിച്ച തിരുവല്ല നഗരസഭാ ജീവനക്കാർക്കെതിരെ നടപടിയില്ല. ഞായറാഴ്ച ദിനം ഭക്ഷണ ഇടവേളയിലാണ് റീൽ എടുത്തതെന്ന് വിശദീകരണം അംഗീകരിച്ചു. അവധി ദിനത്തിൽ പോലും സേവന സജ്ജരായ ജീവനക്കാരെ അഭിനന്ദിച്ച് മന്ത്രി MB രാജേഷ്. അവധി ഉപേക്ഷിച്ച് ജോലിക്ക് വരാൻ തയ്യാറായിട്ടുള്ളത് തന്നെ അഭിനന്ദനാർഹമായിട്ടുള്ള കാര്യമാണ്. അവധി ദിനത്തിൽ ജോലി ചെയ്യുമ്പോൾ അവരിങ്ങനെ ഒരു കാര്യം ചെയ്തു എന്ന നിലയിലേ അതിനെ കാണേണ്ടതുള്ളൂ. സർവീസ് ചട്ടം മറക്കരുതെന്നും ഓർമ്മപ്പെടുത്തൽ. മാന്നാർ കൊലപാതകത്തിന്റെ ചുരുളഴിയുന്നു. പ്രകോപന കാരണം കലയ്ക്ക് കുട്ടംപേരൂർ സ്വദേശിയുമായുള്ള ബന്ധം. കൊലപാതകം 2009 ഡിസംബറിൽ പെരുമ്പുഴ പാലത്തിൽ കാറിൽ വെച്ച്. നിർണായകമായത് മുഖ്യസാക്ഷി സുരേഷ് കുമാറിന്റെ മൊഴി. 1-ാം പ്രതി അനിൽകുമാറിനെ നാട്ടിലെത്തിക്കാൻ ശ്രമം. പിടിയിലായ 3 പേർക്കും കൊലപാതകത്തിൽ പങ്കെന്ന് റിമാൻഡ് റിപ്പോർട്ട്. മണിപ്പൂർ വിഷയത്തിൽ മൗനം വെടിഞ്ഞ പ്രധാനമന്ത്രി. സംസ്ഥാനം സാധാരണ നിലയിലേക്ക് മടങ്ങി. പ്രതിപക്ഷം എരിതിയിൽ എണ്ണയൊഴിച്ചു. ഗോത്ര സംഘർഷം എന്ന വസ്തുത മനസ്സിലാക്കിയിട്ടും കോൺഗ്രസ് ലക്ഷ്യം രാഷ്ട്രീയ നേട്ടം. അടുത്ത 20 വർഷം കൂടി ഇന്ത്യ ഭരിക്കുമെന്നും മോദി. നന്ദി പ്രമേയം പാസാക്കി രാജ്യസഭ. സഭ ബഹിഷ്കരിച്ച് പ്രതിപക്ഷം. ഹാഥ്രസ് ദുരന്തത്തിൽ ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ച ഉത്തർപ്രദേശ് സർക്കാർ. കർശന നടപടിയെന്ന് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ്. കേസെടുത്തതിന് പിന്നാലെ സത്സംഘം സംഘടിപ്പിച്ച ഭോലെ ബാബ ഒളിവിൽ. വിവാദ ആൾദൈവത്തിന്റെ സുരക്ഷാ ജീവനക്കാർ ആളുകളെ തള്ളിമാറ്റിയത് കാരണമായെന്ന് സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റ്. ദുരന്തമുണ്ടാക്കിയത് സാമൂഹിക വിരുദ്ധരെന്ന് ഭോലെ ബാബയുടെ ആശ്രമം. കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ ജാമ്യം ലഭിച്ച ഹേമന്ത് സോറൻ വീണ്ടും ജാർഖണ്ഡ് മുഖ്യമന്ത്രിയാകും. തീരുമാനം JMM നിയമസഭാ കക്ഷിയോഗത്തിൽ. ചമ്പൈ സോറൻ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ചു. അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ ടോപ്പ് ഹെഡ്ലൈൻസ്. അപ്പോൾ പ്രേക്ഷകരുടെ ഒരുപാട് കമന്റുകൾ നമ്മൾ നമ്മുടെ യൂട്യൂബിന്റെ താഴെ കാണുന്നുണ്ട്. ആ കമന്റുകളിലേക്കൊക്കെ നമുക്ക് വരാം. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാറുണ്ട്, പങ്കുവെക്കാറുണ്ട്. അപ്പോൾ ഇനിയുണ്ടല്ലോ വാർത്ത അല്ലേ? ഉണ്ട്. നമ്മൾ പറയുന്നത് പോലെ തന്നെ വാർത്തകൾ പോസിറ്റീവും നെഗറ്റീവുമാണ്. അപ്പോൾ ഏറ്റവും പോസിറ്റീവായിട്ടുള്ള ഈ പ്രധാന വാർത്തകളിൽ ഇടം പിടിക്കാത്ത ചില വാർത്തകളിലേക്ക് പോസിറ്റീവ് വാർത്തകൾ നോക്കാം. ശുഭവാർത്ത. റെക്കോർഡുകൾ ഭേദിച്ച് ഇന്ത്യൻ ഓഹരി വിപണി. സെൻസെക്സ് ചരിത്രത്തിലാദ്യമായി 80,000 പോയിന്റ് കടന്നു. വ്യാപാരത്തിന്റെ തുടക്കത്തിൽ 570 പോയിന്റിന്റെ ഉയർച്ച. നിഫ്റ്റി 24,250 പിന്നിട്ടു. ബാങ്ക് ഓഹരികളിൽ വൻ മുന്നേറ്റം. കൊച്ചി മെട്രോയുടെ 2ാം ഘട്ട നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം.
രണ്ടാം ഘട്ടം കലൂർ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ നിന്ന് കാക്കനാട് ഇൻഫോ പാർക്ക് വരെ ഇന്ന് തുടങ്ങിയത് തൂണുകൾ സ്ഥാപിക്കാനായുള്ള പൈലിംഗ്. അപ്പോൾ അതൊക്കെയാണ് പോസിറ്റീവ് വാർത്തകൾ. നമുക്ക് ഒരുപാട് പ്രതീക്ഷകൾ തരുന്ന വാർത്തകളാണ്, നമ്മൾ ആശ്വസിച്ച വാർത്തകളാണ്. അവയ്ക്ക് ഇന്നാണ് ആ വാർത്തകളെല്ലാം പുറത്തുവന്നത്. ഇനിയിപ്പോൾ നേരെ അടുത്ത സെഗ്മെന്റിലേക്കാണ്. അപ്പോൾ വാർത്തകൾ നേരത്തെ പ്രവിധ പറഞ്ഞതുപോലെ തന്നെ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ഉണ്ട്, ലൈഫുകൾ തന്നെയാണ് അല്ലെ, അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ട്. അതെ, അത്ര സുഖകരമല്ലാത്ത പ്രധാനപ്പെട്ട വാർത്തകളിൽ ഇടം പിടിക്കാത്ത ചില വാർത്തകളിലേക്ക് കൂടി കടക്കുകയാണ് അലോസര വാർത്തകൾ. അസമിൽ അയവില്ലാതെ പ്രളയം, മഴക്കെടുതിയിൽ മരിച്ചവരുടെ എണ്ണം 48ആയി. ബദ്രിനാഥിലെ മണ്ണിടിച്ചിലിൽ ഗതാഗതം തടസ്സപ്പെട്ടു. പ്രശ്നബാധിത മേഖലകൾ സന്ദർശിച്ച് മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ. കണ്ണൂർ ഇരിട്ടിപ്പുഴയിൽ കാണാതായ കോളേജ് വിദ്യാർത്ഥിനികളെ കണ്ടെത്താനായില്ല. ഒഴുക്കിൽപ്പെട്ടത് എടയന്നൂർ സ്വദേശികളായ ഷഹർബാരിയും സുഹൃത്ത് സൂര്യയും. കണ്ണൂർ പട്ടുവം മംഗലശ്ശേരി പുഴയിൽ മധ്യവയസ്കന്റെ മൃതദേഹം കണ്ടെത്തി. തൃശൂർ കൊരട്ടിയിൽ നിന്ന് കാണാതായ ദമ്പതികൾ മരിച്ച നിലയിൽ. മൃതദേഹം കണ്ടെത്തിയത് വേളാങ്കണ്ണി പള്ളിക്ക് സമീപത്തെ ലോഡ്ജിൽ. മരിച്ചത് തിരുമുടിക്കുന്ന് മുടപ്പുഴ സ്വദേശി ആൻഡോ, ഭാര്യ ജിസു എന്നിവർ. ദമ്പതികളെ കാണാതായത് 10 ദിവസം മുൻപ്. നിയന്ത്രണം വിട്ട ബൈക്ക് ബസ്സിലിടിച്ച് യുവാവിന് ദാരുണാന്ത്യം. അപകടം തൃശൂർ കാഞ്ഞിരക്കോട്. മരിച്ചത് വെള്ളറക്കാട് സ്വദേശി വിബീഷ്. അപ്പോൾ നമ്മുടെ അല്പം ഒന്ന് അലോസരപ്പെടുത്തിയ വാർത്തകളിലെ പ്രധാനപ്പെട്ട വാർത്തകളാണ് ഇപ്പോൾ പ്രേക്ഷകരുമായിട്ട് നമ്മൾ പങ്കുവച്ചത്. അപ്പോൾ പ്രജ, നമ്മുടെ പ്രേക്ഷകർ അവരുടെ മെസ്സേജുകൾ വായിക്കും എന്നൊക്കെ പറഞ്ഞ ഒരുപാട് കമന്റ്സ് ഞാൻ കാണുന്നുണ്ട്. ഒരുപാട് കമന്റ്സ്, ഒരുപാട് പ്രേക്ഷകരുടെ പിന്തുണയുണ്ട്. അതോടൊപ്പം തന്നെ ചില പ്രേക്ഷകർ ചോദിക്കുന്നത് ഇതെന്താ ചാനൽ മാറിപ്പോയോ എന്ന് ചോദിക്കുന്നുണ്ട്. നമ്മൾ എന്തായാലും നിങ്ങൾ ഈ ഉറങ്ങാൻ പോകുന്ന സമയത്ത് നമുക്ക് കുറച്ചും കൂടി നിങ്ങളിലേക്ക് രസകരമായ വാർത്തകൾ എത്തിക്കാം എന്നുള്ളതാണ് ഞങ്ങൾ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്തായാലും അതോടൊപ്പം തന്നെ വാർത്തകളുടെ ആ കൃത്യതയൊന്നും ചോരുന്നില്ല. പ്രധാനപ്പെട്ട വാർത്തകൾ വിശദമായി തന്നെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയും ചെയ്യും. അങ്ങനെ നമുക്ക് ഈ ദിവസത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് കടക്കാം അല്ലേ? ടോപ്പ് സ്റ്റോറി ഓഫ് ദി ഡേ എന്താണെന്ന് നോക്കാം. നമുക്കറിയാം, മാന്നാറിലെ ആ കൊലപാതക വാർത്ത അതിന്റെ ചുരുളുകൾ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും കല എന്ന ആ സ്ത്രീ കൊല്ലപ്പെട്ടത് 2009 ഡിസംബറിൽ ആണ് എന്നാണ് ഇപ്പോൾ അന്വേഷണ സംഘത്തിന്റെ നിഗമനം. വിദേശത്തായിരുന്ന ഭർത്താവ് അനിൽകുമാർ നാട്ടിലെത്തി 5 ദിവസത്തിനുള്ളിൽ കൊലപാതകം നടന്നുവെന്നാണ് പോലീസ് സംശയിക്കുന്നത്. അറസ്റ്റിലായ 3 പേർക്കും കൃത്യത്തിൽ നേരിട്ട് പങ്കുണ്ട്. പ്രധാന പ്രതി അനിൽകുമാറിനെ നാട്ടിലെത്തിക്കാൻ പോലീസ് നീക്കം തുടങ്ങി. എന്നാലും കലയ്ക്ക് ആലപ്പുഴ കുട്ടമ്പേൽ സ്വദേശിയുമായി ഉണ്ടായിരുന്ന ഒരു അടുപ്പം അത് കൊലപാതകത്തിന് കാരണമായി എന്നാണ് ഇപ്പോൾ പോലീസ് സംശയിക്കുന്നത്. ഇയാളെയും പോലീസ് ചോദ്യം ചെയ്തിട്ടുണ്ട്. റിമാൻഡ് റിപ്പോർട്ടിന്റെ പകർപ്പ് 24 ലഭിച്ചു. അപ്പോൾ ആ ഡീറ്റെയിൽസ് ആണ് അടുത്ത സ്റ്റോറിയിൽ നമ്മൾ കാണാൻ പോകുന്നത്. ഇന്നത്തെ ടോപ്പ് സ്റ്റോറിയിലേക്ക്. 2009 ഡിസംബർ ആദ്യ ആഴ്ച രാത്രി തട്ടാരമ്പലത്തിനും മാന്നാറിനും ഇടയ്ക്കുള്ള വലിയ പെരുമ്പുഴ പാലത്തിൽ വെച്ചാണ് കല കൊല്ലപ്പെട്ടതെന്ന് നിഗമനം. ഭർതൃവീട്ടിൽ നിന്ന് പോയ കല എറണാകുളത്ത് ജോലി ചെയ്യുകയായിരുന്നു. 1.5 മാസത്തിനു ശേഷം ഗൾഫിൽ നിന്ന് നാട്ടിലെത്തിയ അനിൽകുമാർ കലയെ എറണാകുളത്ത് പോയി കാണുകയും കൂട്ടിക്കൊണ്ടുവരികയും ചെയ്തു. യാത്രാമധ്യേ കൊലപാതകം. കലയ്ക്ക് കുട്ടമ്പേരൂർ സ്വദേശിയുമായുണ്ടായിരുന്ന ബന്ധമാണ് പ്രകോപനമായത്. അനിൽകുമാർ വിദേശത്തായിരുന്ന സമയത്ത് കലയുമായുള്ള ബന്ധം ചോദ്യം ചെയ്ത് കുട്ടമ്പേരൂർ സ്വദേശിയെ കേസിലെ 4ാം പ്രതിയും അനിൽകുമാറിന്റെ സഹോദരനുമായ പ്രദീപ് മർദ്ദിച്ചിരുന്നു. ഈ ബന്ധത്തെക്കുറിച്ച് അനിൽകുമാറിനെ പ്രദീപ് അറിയിക്കുകയും ചെയ്തു. കുട്ടമ്പേരൂർ സ്വദേശിയെ അന്വേഷണ സംഘം ചോദ്യം ചെയ്തു. കേസിലെ മറ്റു പ്രതികളായ ജിനു, സോമൻ, പ്രമോദ് എന്നിവർ കലയുടെ മൃതദേഹം കാണുന്നത് മാന്നാർ ആയിക്കര ജംഗ്ഷനിൽ വെച്ചാണ്. കലയെ കൊലപ്പെടുത്തിയതായി അനിൽകുമാർ തന്നോട് പറഞ്ഞെന്നും മൃതദേഹം കണ്ടെന്നും മുഖ്യസാക്ഷിയും പരാതിക്കാരനുമായ സുരേഷ് പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. മൃതദേഹം മറവു ചെയ്യാനുൾപ്പെടെ അനിൽകുമാറിനെ സഹായിച്ചെന്ന് അറസ്റ്റിലായ പ്രതികൾ പോലീസിനോട് സമ്മതിച്ചു. മൃതദേഹം വീട്ടിലേക്ക് കൊണ്ടുപോയത് മാരുതി കാറിലാണെന്നും റിമാൻഡ് റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. 2ാം പ്രതി ജിനു കൊലപാതകം നടന്ന സ്ഥലം കാണിച്ചു തരാമെന്ന് അന്വേഷണ സംഘത്തെ അറിയിച്ചതായും റിമാൻഡ് റിപ്പോർട്ടിലുണ്ട്. കഴുത്തു ഞെരിച്ചാണ് കൊലപാതകമെന്ന് നിഗമനമെങ്കിലും ആയുധം ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന സംശയവും റിപ്പോർട്ടിൽ പ്രകടിപ്പിക്കുന്നുണ്ട്. ചെങ്ങന്നൂർ ജില്ലാ ആശുപത്രിയിൽ വൈദ്യപരിശോധനയ്ക്ക് വിധേയരാക്കിയ പ്രതികളെ ചെങ്ങന്നൂർ മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കി. കസ്റ്റഡി അപേക്ഷ പരിഗണിച്ച കോടതി 6 ദിവസത്തേക്ക് പ്രതികളെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. ഒരു സെപ്റ്റി ടാങ്ക് പോലീസിന്റെ സാന്നിധ്യത്തിൽ അവരെ തുറക്കുന്നു. അവിടെ ഈ ബോഡി അടക്കം ചെയ്തിട്ടുണ്ട് എന്നുള്ള ഒരു നിഗമനത്തിന്റെ അടിസ്ഥാനത്തിൽ അവരവിടെല്ലാം വലിയ പരിശോധന നടത്തുന്നു. എല്ലാം പകൽ പോലെ വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം, അവിടെ ഒരു മൃതശരീരത്തിൻ്റെ അവശിഷ്ടങ്ങൾ കണ്ടിട്ടില്ല. അവിടെ ആരുടെയെങ്കിലും ഒരു ബോഡി അടക്കം ചെയ്തതായി തെളിയിക്കപ്പെടുന്നതായ ഒരു കാര്യം പോലും അവിടെ നിന്നും പോലീസിന് കണ്ടെടുക്കാനായിട്ട് കഴിഞ്ഞിട്ടില്ല.
അനിൽകുമാറിന്റെ വീട്ടിൽ പോലീസ് നടത്തിയ പരിശോധനയിൽ അനിലിന്റെ പാസ്പോർട്ടിന്റെ കോപ്പി, ആധാർ കാർഡ് ഉൾപ്പെടെ വ്യക്തിഗത വിവരങ്ങൾ അടങ്ങുന്ന രേഖകൾ കണ്ടെത്തി. 24 ആലപ്പുഴ. ഈ പ്രതിഭാഗം ഇങ്ങനെ തെളിവുകളില്ല എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഈ 15 വർഷം മുൻപ് നടന്ന ഒരു കൊലപാതകം, അതിലെ തെളിവുകൾ ശേഖരിക്കുക, അത് ശാസ്ത്രീയമായി തെളിയിക്കുക, വെറും മൊഴികളുടെ മാത്രം അടിസ്ഥാനത്തിലല്ലോ കേസ് തെളിയിക്കേണ്ടത്. അപ്പം അതാണ് ഏറ്റവും ശ്രമകരമെന്നാണ് പോലീസ് ഇപ്പോൾ അറിയുന്നത്. പക്ഷേ പോലീസ് വളരെ കോൺഫിഡൻ്റ് ആണ്, അവരെന്തായാലും അതിന് പിന്നാലെ ഉണ്ട്, പ്രതികൾക്ക് കൃത്യമായ ശിക്ഷ വാങ്ങിച്ചു കൊടുക്കുമെന്നാണ് അന്വേഷണ സംഘ തലവൻ ഒക്കെ വ്യക്തമാക്കിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇപ്പം വാർത്ത വരുന്നുണ്ട് അല്ലേ, കാട്ടാക്കടയിൽ സ്കൂൾ യാത്രികനെ ഇടിച്ചിട്ട കാർ നിർത്താതെ പോയി, സ്കൂട്ടർ യാത്രികന് ഗുരുതര പരുക്ക്. പൂവച്ചൽ തേവറക്കുഴി സ്വദേശി സി രവീന്ദ്രനാണ് പരുക്കേറ്റത്. ഇടിയുടെ ആഘാതത്തിൽ സ്കൂട്ടറും യാത്രികനും എതിരെ വന്ന വാനിനടിയിൽപ്പെടുകയായിരുന്നു. പരുക്കേറ്റയാളെ കാട്ടാക്കടയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പുതിയ വിവരം. ഒരു വാർത്തയോടെ ഇപ്പോൾ ഈ മിനിറ്റിൽ വരുന്നുണ്ട് പ്രവിത. ഗുരുദേവ കോളേജിൽ ആ സംഘർഷവുമായി ബന്ധപ്പെട്ട ഒരു വാർത്തയാണ്. പോലീസ് ശക്തമായി ഇടപെടണം എന്ന് പറഞ്ഞിരിക്കുന്നു ഹൈക്കോടതി. ആ കേസിൽ അങ്ങനെ ഹൈക്കോടതിയുടെ ഇടപെടൽ ഉണ്ടാകുന്നു. കോളേജിനും പ്രിൻസിപ്പൽ, വിദ്യാർത്ഥികൾ എന്നിവർക്കും പോലീസ് സംരക്ഷണം ഒരുക്കണം. അപ്പോൾ അവിടെ ആ കോളേജിൽ പ്രിൻസിപ്പലും വിദ്യാർത്ഥികളും തമ്മിൽ പ്രശ്നമുണ്ട്, സംഘർഷം നിലനിൽക്കുകയാണ്. അപ്പോൾ കോടതി കൃത്യമായി ഇടപെടുന്നു, കൃത്യമായ നിർദ്ദേശം പോലീസിന് നൽകുന്നു. ക്യാമ്പസിനകത്തും പുറത്തും ക്രമസമാധാനം ഉറപ്പാക്കാനും കോടതി നിർദ്ദേശം നൽകിയിരിക്കുന്നു. കോളേജ് പ്രിൻസിപ്പലിന്റെ ഹർജിയിലാണ് ആ ഇടക്കാല ഉത്തരവ് എന്നതും ഏറ്റവും ശ്രദ്ധേയമായ കാര്യമാണ്. ഒപ്പം SFI നേതാക്കൾക്ക് കോടതി നോട്ടീസ് അയച്ചിട്ടുണ്ട്. ഈ നേരത്തെ എടുത്ത ഹർജിയിൽ തന്നെയാണ് ആ നീക്കവും എന്ന് മനസ്സിലാക്കുന്നത്. അപ്പോൾ രണ്ട് പ്രധാനപ്പെട്ട വാർത്തകൾ ഈ മിനിറ്റിൽ പുറത്തു വരുന്നുണ്ട്. ഇനി എന്താണ് ഫരീദ? ഇനി ഇന്നത്തെ മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് കടക്കുകയാണ്. രാജ്യം ഒന്നാകെ നടുങ്ങിയ ഹാത്രസ് ദുരന്തത്തിൽ മരണസംഖ്യ 121. നിരവധി പേർ ഇപ്പോഴും പരുക്കേറ്റ് ചികിത്സയിലാണ്. സംഭവത്തിൽ ഉത്തർപ്രദേശ് സർക്കാർ ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. കുറ്റക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് വ്യക്തമാക്കുന്നു. അതേസമയം കേസെടുത്തതിന് പിന്നാലെ സത്സംഗം സംഘടിപ്പിച്ച ഭോലെ ബാബ ഒളിവിൽ പോയിട്ടുണ്ട്. വിവാദ ആൾദൈവത്തിന്റെ സുരക്ഷാ ജീവനക്കാർ ആളുകളെ തള്ളി മാറ്റിയതാണ് ആ അപകടത്തിന് കാരണമെന്ന് സബ് ഡിവിഷണൽ മാജിസ്ട്രേറ്റും വ്യക്തമാക്കി. ഹാത്രാസിൽ നിന്നും നമ്മുടെ പ്രതിനിധി R. അച്യുതൻ തയ്യാറാക്കിയ വിശദമായ റിപ്പോർട്ടിലേക്കാണ് ഇനി. ചെവിയെന്ന് കൂർപ്പിച്ചാൽ ഇപ്പോഴും ഇവിടെ നിന്ന് അലറിവിളികൾ കേൾക്കാം. പ്രാണവായു ലഭിക്കാതെ പിടഞ്ഞു വീണ നൂറുകണക്കിന് ആൾക്കാരുടെ നിലവിളികൾ. ഒന്നിനു പുറകെ ഒന്നായി ട്രാക്ടറിലും ലോറികളിലും ആശുപത്രിയിലേക്ക് എത്തിച്ച മൃതദേഹങ്ങൾ. മോർച്ചറി നിറഞ്ഞതോടെ വരാന്തയിലും മുറ്റത്തുമെല്ലാം മൃതദേഹങ്ങൾ കിടത്തിയിരുന്നു. അലമുറയോടെ അതിൽ ഉറ്റവരെ തിരയുന്നവർ. സമീപകാലത്ത് കണ്ട ഏറ്റവും വലിയ ദുരന്തത്തിൻ്റെ ഞെട്ടലിൽ രാജ്യത്തിൻ്റെ നടുക്കം ഇനിയും മാറിയിട്ടില്ല. മുൻ IB ഉദ്യോഗസ്ഥനെന്നാണ് സൂരജ് പാൽ എന്ന ഭോലെ ബാബ അവകാശപ്പെടുന്നത്. കോവിഡ് കാലത്തും ആയിരങ്ങളെ പങ്കെടുപ്പിച്ച സത്സംഗങ്ങൾ സംഘടിപ്പിച്ച വിവാദങ്ങൾ ഉണ്ടാക്കിയ ആൾ. എൻ്റെ പുറകിൽ കാണുന്ന ഈ വേദിയിൽ 80,000 ആളുകൾക്ക് പങ്കെടുക്കാനാണ് അനുമതി. ഇരച്ചെത്തിയത് 2 ലക്ഷത്തിലധികം മനുഷ്യർ. തിരക്ക് നിയന്ത്രിക്കാൻ ഒരു മുൻകരുതലും സ്വീകരിച്ചില്ല എന്നത് പകൽ പോലെ വ്യക്തം. പ്രഭാഷണം കഴിഞ്ഞ് ഭോലെ ബാബ വേദി വിട്ടിറങ്ങിയപ്പോൾ ജനക്കൂട്ടം ആ ആൾ ദൈവത്തിനു നേരെ പാഞ്ഞെടുത്തു. ഭോലെ ബാബയുടെ വാഹനം പുറത്തേക്ക് വന്നപ്പോൾ പാഞ്ഞെടുത്ത ആളുകളെ അദ്ദേഹത്തിൻ്റെ സുരക്ഷാ ഭടന്മാർ തള്ളിമാറ്റി. പേടിച്ച് ആൾക്കൂട്ടം ചിതറിയോടിയതോടെ റോഡരികിൽ നിന്ന നിരവധി ആളുകൾ ഈ കാണുന്ന ചെളി നിറഞ്ഞ പാടത്തിലേക്ക് ഒന്നിനു മുകളിൽ ഒന്നൊന്നായി വഴുതി വീണു. ചതുപ്പിൽ പുതഞ്ഞ മൃതദേഹങ്ങളും വാരിയെടുത്ത നാട്ടുകാർ സമീപത്തെ ആശുപത്രിയിലേക്ക് പോയി. പലരും സംഭവസ്ഥലത്ത് തന്നെ മരിച്ചിരുന്നു. ആശുപത്രിയിലെത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനാകാത്തവരും ഏറെ. പ്രതീക്ഷയോടെ ഉറ്റവരെ തേടി ആശുപത്രിയിലെത്തിയ പലരും കണ്ണീരോടെ മടങ്ങി. സംഭവത്തിന് പിന്നാലെ ഭോലെ ബാബ ഒളിവിൽ പോയി. പരിപാടിയുടെ സംഘാടകർക്കെതിരെ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. തെളിവ് നശിപ്പിക്കാൻ ശ്രമിച്ചെന്ന ഗുരുതര വകുപ്പും ഇവർക്കുമേൽ ചുമത്തി. അപകടം നടന്നതിന് പിന്നാലെ ദുരന്തബാധിതരുടെ ചെരുപ്പും മറ്റു വസ്തുക്കളും നശിപ്പിക്കാൻ ഇവർ ശ്രമിച്ചിരുന്നു. വിശ്വാസം അന്ധവിശ്വാസത്തിലേക്ക് കടക്കുമ്പോൾ ഉണ്ടായ കൂട്ടക്കുരുതികൾ ഒരുപാടുണ്ട് നമുക്കിടയിൽ. ഹത്രസിൽ സംഭവിച്ചതും ഇതുതന്നെ. ഭോലെ ബാബയുടെ പേര് പോലും പരാമർശിക്കാത്ത FIRൽ മരിച്ചവർക്കുള്ള നീതി ലഭിക്കുമോ എന്ന ചോദ്യമാണ് ഈ ദുരന്ത ഭൂമിയിൽ നിന്നും ഉയരുന്നത്. ഹത്രസിൽ നിന്നും ക്യാമറമാൻ ജോഗേഷ് സിംഗിനോടൊപ്പം R. അച്യുതൻ, 24.
എന്തായാലും ഒരു വലിയ ദുരന്തമാണ് അവിടെ ഹാത്രാസിൽ സംഭവിച്ചത്. ഇടയ്ക്കിടെ ഹാത്രാസ് നമ്മുടെ വാർത്തകളിലാണ്, പക്ഷേ ഇത് തീർത്തും എന്ന് എനിക്ക് പറയാം 121 മരണം സംഭവിക്കുന്ന ഒരു വലിയ ദുരന്തം, സ്റ്റാമ്പീഡ് ഡെത്താണ് ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ അതിൽ അന്വേഷണം നടക്കട്ടെ. എന്തായാലും അവിടെ നിയന്ത്രിക്കാനുണ്ടായിരുന്നവർ തന്നെയാണ് ഈ അപകടത്തിന് കാരണമെന്ന് പറഞ്ഞിരിക്കുന്ന മാജിസ്ട്രേറ്റ് ആണ്. അപ്പോൾ ആ കുറ്റവാളികൾ ആരായാലും അവർ നിയമത്തിന് മുന്നിൽ വരണം, അവരെ പിടികൂടണം, അവർക്ക് തക്കതായ ശിക്ഷ വാങ്ങിച്ചു കൊടുക്കുകയും വേണം. അത് യോഗി ആദിത്യനാഥ് ഉറപ്പ് നൽകിയിട്ടുമുണ്ട് ജനങ്ങളോട്. അതെ, നമുക്കിനി നമ്മുടെ സീരിയസ് കുറച്ച് മാറ്റിവെക്കാം. മറ്റു വാർത്തകളിലേക്ക് നമ്മൾ വരാം. അതിനു മുമ്പ് നിങ്ങളുടെ കമന്റ്സ്, അതിലേക്ക് നമ്മൾ ഇനി കിടക്കുന്നത്. ഒരുപാട് പേർ ഒരുപാട് നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകർ കമന്റ്സ് നിറയ്ക്കുന്നുണ്ട് നമ്മുടെ യൂട്യൂബ് കമന്റ് ബോക്സിൽ. ഒരുപാട് പേര് പാട്ടിഷ്ടമായി എന്ന് പറയുന്നുണ്ട്. അതിനിടെ തോമസ് ഊട്ടി പറയുന്നു, പ്രവിത വെള്ളി വീഴല്ലേ എന്ന്. വെള്ളി ശരിക്കും വീണോ എന്ന്? ലൈവായിട്ട് പാടുന്നതല്ലേ ചേട്ടാ, ക്ഷമിക്ക്. അപ്പോൾ സംഭവം പൊളിയാണ് എന്ന് ഷഫീഖ് പറയുന്നുണ്ട്. ഷൈനി ഹരിദാസ്, പ്രസിഡന്റ് പ്രവിത സൂപ്പർ എന്ന് പറയുന്നു. കണ്ണൻ പറയുന്നുണ്ട്, ഇടയ്ക്ക് നമ്മുടെ ആഷ്മി കുട്ടനോടൊന്ന് പാടാൻ പറയും. പറഞ്ഞു നോക്കാം, പാടുമെന്ന് അറിയില്ല. കണ്ണൻ താഴെ അതാണോ? കണ്ണൻ പി പറഞ്ഞിട്ടുണ്ട്, ദയവ് ചെയ്ത് ഇന്ന് പ്രേതപ്പാട്ടും കഥയും വേണ്ടേന്നാണ്. ഇന്നലെ ഉറങ്ങില്ലെന്നാണ് പറയുന്നത്. ഇന്നലത്തെ നമ്മുടെ സ്റ്റോറിയും ഇപ്പം നമ്മുടെ ഓജോ ബോർഡൊക്കെ കുറെ ആൾക്കാർ പരീക്ഷ നോക്കിയാണ് അറിഞ്ഞത്. ഇന്ന് രാവിലെ മോർണിംഗ് ഷോയിൽ ഹാഷ്മി അത് വായിക്കുന്നു ഞാൻ കണ്ടതാണ്. കഥ കേട്ടിട്ട് ചുമ്മാ ഇതൊരു കഥ മാത്രമാണ്. കഥ കേൾക്കാൻ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണ്. അപ്പൊ നമ്മൾ കഥ ഒരുപാട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അല്ല, ഇതിനൊക്കെ വ്യക്തമായിട്ട് സയൻസിനും ഒപ്പം തന്നെ മനഃശാസ്ത്രത്തിനും ഒക്കെ അതിൻ്റെതായിട്ടുള്ള വിശദീകരണങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് ഇഡിയോമോട്ടോർ ഇഫക്റ്റ് അല്ലെങ്കിൽ ഇഡിയോമോട്ടോർ റെസ്പോൺസ് എന്ന് പറയും അതിന്. അതൊക്കെ പറയണമെങ്കിൽ കുറച്ച് കൂടുതൽ വരണം. അത് ശാസ്ത്രീയമായി അതിനെ ഈ പറയുന്ന ഓജോ ബോർഡിന്റെ ഈ കോയിൻ അനങ്ങുന്നത് നമ്മൾ തന്നെ തൊട്ടിട്ട് അനക്കുന്നതാണല്ലോ. അത് വിശദീകരിച്ച് ഞാൻ പിന്നീട് ഒരു അവസരത്തിൽ പറഞ്ഞു തരാം. ഇപ്പം പ്രേക്ഷകരുടെ കമന്റ്സിലേക്ക് പോകുന്നു. സുധ, അജിമോൻ, അജയ്, ഹക്കീം ചോദിക്കുന്നു നാളെ ക്ലാസ് ഉണ്ടോന്ന്. അത് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്. അതായത് ഒന്നുമില്ല, അതായത് നാളെ പഠിപ്പ് മുടക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് ആര്? ഇടത് വിദ്യാർത്ഥി സംഘടന, അത് SFIയും ASF ഒക്കെ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. പഠിപ്പ് മുടക്കും, രാജ്യവ്യാപകമായിട്ട് പഠിപ്പ് മുടക്കി പ്രതിഷേധിക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. അപ്പം സർക്കാരിന്റെ ഭാഗത്തുനിന്ന് അങ്ങനെ ഒരു നാളെ അവധിയാണെന്നോ ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പം വിദ്യാർത്ഥി സംഘടനകൾ പഠിപ്പ് മുടക്കും എന്നൊരു ആഹ്വാനം നടത്തിയിട്ടുണ്ട്, അത്ര മാത്രമേ ഉള്ളൂ. അപ്പം നാളെ ക്ലാസ് ഉണ്ട്. അതെ, ക്ലാസ് ഇല്ല എന്നൊന്നും പറഞ്ഞിട്ടില്ല. അതോടൊപ്പം തന്നെ കൂടുതൽ വിദ്യാർത്ഥികളുടെ കമന്റ്സ് ഉണ്ട്. അപ്പം നമ്മുടെ പരിപാടി കാണാൻ ഇഷ്ടപ്പെടുന്നവർ വീണ്ടും ലേഖ പറയുന്നുണ്ട്, ഈ പരിപാടിയുടെ സമയം ഒന്ന് മാറ്റുമോ, കണ്ണുകളിൽ ഉറക്കം ഊഞ്ഞാലാടുന്നു എന്നാണ് പറയുന്നത്. ദേവിക ദേവി പറഞ്ഞു, പ്രജിൻ ഒരു അന്ത്യാഭിലാഷം ഉണ്ട്. അയ്യോ അങ്ങനെയൊന്നും പറയല്ലേ. മനസ്സിൻ മണിച്ചിമിഴിൽ 2 വരി, മനസ്സിൽ മനസ്സിൽ മണിച്ചിമിഴിൽ അല്ലേ ആ പാട്ട്? മനസ്സിൻ മണിച്ചിമിഴിൽ പനിനീർത്തുള്ളിപ്പോൽ വെറുതെ പെയ്തു നിറയും രാത്രി മഴയാ ഓർമ്മകൾ. അപ്പോൾ വെൽക്കം ബാക്ക് എല്ലാ പ്രേക്ഷകർക്കും. ഗുഡ് നൈറ്റ് വിത്ത് പ്രജൻ ആൻഡ് പ്രവിധയിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മൾ തുടരുകയാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മുടെ ഇന്നത്തെ ആദ്യത്തെ അതിഥി റെഡി ആയിട്ടുണ്ട്. നമ്മുടെ പ്രേക്ഷകരിൽ നിന്നും ഒരാൾക്ക് ഇപ്പോൾ എൻട്രി കൊടുക്കുകയാണ് നമ്മുടെ സ്ക്രീനിലേക്ക്. അതങ്ങ് പോളണ്ടിൽ നിന്നാണ്. കൃഷ്ണമോഹൻ ചേട്ടനാണെന്ന് തോന്നുന്നു അല്ലേ? ചേട്ടാ ഹായ്. ഹലോ ഹായ് കൃഷ്ണമോഹൻ. ഈ പോളണ്ടിനെ കുറിച്ച് മിണ്ടാൻ പാടില്ല എന്ന് ഇവിടെ ഇങ്ങനെ പറയാറുണ്ട്. പോളണ്ടിൽ എന്തുണ്ട് വിശേഷം? പോളണ്ടിനെ കുറിച്ച് മിണ്ടാൻ പാടില്ല എന്നുള്ളൂ, പക്ഷെ കുഴപ്പമില്ല, സംസാരിക്കാം, കുഴപ്പമില്ല. നാട്ടിലെവിടെയാണ് ചേട്ടാ? മൊബൈൽ ഒന്ന് സ്റ്റഡി ആയിട്ട് പിടിക്കോ. നാട്ടിലെവിടെയാണെന്നാ ഞാൻ ചോദിച്ചത്, കേട്ടോ? ഞാൻ നാട്ടിലെ പാലക്കാട്. പോളണ്ടിൽ എന്ത് ചെയ്യുന്നു? ഞാൻ പോളണ്ടിൽ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യാണ്. ഓക്കെ, ഇപ്പൊ എത്രയാ അവിടെ സമയം? ഇപ്പോ ഇവിടെ സമയം 7:25. രാത്രിയോ രാവിലെയോ? രാത്രി. എന്താ ഇപ്പൊ ജോലിയൊക്കെ കഴിഞ്ഞിരിക്കുകയാണോ ചേട്ടാ? കഴിഞ്ഞു, ജോലി കഴിഞ്ഞു വന്നു. ഇനി ചെറിയ ജിമ്മും പരിപാടിയൊക്കെ ആയിട്ട്. ഓ പൊളിയാണ്. എങ്ങനെ നാട്ടിലാരൊക്കെ ഉണ്ട്? നാട്ടില് സുഖം. ഇപ്പോ വൈഫിലേക്ക് വിളിച്ച് വെച്ചതേ ഉള്ളൂ. പക്ഷെ ഞാനിത് പെട്ടെന്ന് കണക്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിച്ചില്ല. അപ്പൊ അതുകൊണ്ട് എനിക്ക് അവരെ വിളിച്ച് അറിയിക്കാൻ പറ്റിയില്ല. അത് കുഴപ്പമില്ല, അവരെ കണ്ടോളൂ. ഇനി നമുക്ക് കുറച്ച് കഴിഞ്ഞ് നമുക്ക് യൂട്യൂബിലൊക്കെ വേണമെങ്കിൽ കാണാമല്ലോ. യൂട്യൂബിൽ കാണാം എന്തായാലും. അപ്പൊ അത് അവർക്ക് അയച്ചു കൊടുക്കാം കേട്ടോ. ചേട്ടാ എന്തെങ്കിലും പറയാനോ നമ്മുടെ നാട്ടുകാരോട്, പാലക്കാട്ടുകാരോട്? ഞാനിവിടെ സ്ഥിരമായിട്ട് കാണുന്നതാണ് നിങ്ങളുടെ 24. താങ്ക് യു സോ മച്ച്. അത് തുടരുക. ഡ്യൂട്ടി വന്നു കഴിഞ്ഞാൽ ഉടൻ ആദ്യം കാണുന്ന സംഭവം, ആദ്യം ഓൺ ചെയ്യുന്ന യൂട്യൂബിൽ അതാണ്. പോളണ്ടിൽ നമ്മുടെ ചാനലുണ്ട്, യൂട്യൂബിൽ കാണും എന്നാണ് പറയുന്നത് അല്ലേ? ചേട്ടാ നമ്മുടെ പാലക്കാട് എവിടെയാ, എക്സാക്ട്ലി എവിടെയാ പ്രോപ്പർ പ്ലേസ്? പാലക്കാട് ഞാന്
കല്ലേപ്പുള്ളി എന്ന് പറഞ്ഞ സ്ഥലത്താണ്. കല്ലേപ്പുള്ളി. ഓക്കെ, അവിടുത്തെ നാട്ടുകാരോട് എന്തെങ്കിലും പറയാനുണ്ടോ? അതെ, നാട്ടുകാരോട് എന്തെങ്കിലും പെട്ടെന്ന് പറയാം. പെട്ടെന്ന് പറയാം. ഒന്നുമില്ല, എല്ലാവർക്കും, എന്റെ നാട്ടിലുള്ള എല്ലാവർക്കും എന്റെ വളരെ സ്നേഹം നിറഞ്ഞ ആശംസകൾ എല്ലാവർക്കും. പിന്നെ അതുപോലെ തന്നെ ആ. എസ്പെഷ്യലി എന്റെ വൈഫിനും കുട്ടികൾക്കും അച്ഛനും അമ്മയ്ക്കും അനിയനും എല്ലാവർക്കും. നമ്മളത് കൺവേ ചെയ്യുന്നു. അവർ ഒരുപക്ഷെ സ്ക്രീനിലൂടെ കാണുന്നുണ്ടാവും. അപ്പോൾ ചേട്ടാ, താങ്ക് യു സോ മച്ച്. ഇനിയും Thank you തുടരുക. so much നമുക്ക് for താങ്ക് യു, താങ്ക് യു, താങ്ക് യു. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. അപ്പൊ പോളണ്ടിൽ നിന്ന് വരെ നമുക്ക് പ്രേക്ഷകർ എത്തുന്നു എന്ന് അറിയുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ലോകത്തിന്റെ പല ഭാഗങ്ങളും ലക്ഷക്കണക്കിന് ആൾക്കാർ നമ്മുടെ പ്രോഗ്രാം കാണുന്നുണ്ട്, ചാനൽ കാണുന്നുണ്ട് എന്ന് വ്യക്തമായിക്കൊണ്ടേയിരിക്കുന്നു. ഒരുപാട് പ്രേക്ഷകരുടെ കമന്റ്സ് വരുന്നുണ്ട്. ജിനോജ് ചോദിക്കുന്നത്, പ്രസിഡന്റ് പ്രവിത വൈശാഖ സന്ധ്യ എന്ന പാട്ട് പാടുന്നു. പാടിയോ? വൈശാഖ സന്ധ്യ നിൻ ചുണ്ടിലെന്തി അരുമ സഖിതനധര കാന്തിയോ ഓമനേ പറയുന്നേ വിണ്ണിൽ നിന്നും പാറി വന്ന ലാവണ്യമേ. എനിക്ക് പെട്ടെന്ന് പാടാൻ പറഞ്ഞപ്പോ പാടിയതാണ്, ഓർമ്മയില്ല. ഓക്കെ, അപ്പൊ നമ്മൾ ഈ പ്രേതകഥയൊന്നും വേണ്ടാന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് ആ പ്രേക്ഷകരെ പേടിപ്പിക്കേണ്ടെന്ന് വിചാരിച്ച് ഞങ്ങൾ ഇന്ന് പ്രേതകഥ സൈഡിലേക്ക് മാറ്റി വെച്ചു. പക്ഷേ രാത്രി പുരാണമുണ്ട്. രാത്രി പുരാണത്തിലേക്ക് കടക്കുന്നു. പ്രിയപ്പെട്ട, നമ്മൾ ഈ രാത്രി നൈറ്റ് ലൈഫിനെ കുറിച്ച് നമ്മൾ എല്ലാ ദിവസവും വാതോരാതെ പറയാറുണ്ട്, ഒരുപാട് കാഴ്ചകൾ കാണാറുണ്ട്. പക്ഷേ ഇന്ന് നൈറ്റ് ലൈഫിന്റെ മറ്റൊരു വശമാണ് കാണിക്കാൻ പോകുന്നത്. തൃശ്ശൂരിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ അവിടെ എന്താ പറയുക, നമ്മുടെ അവിടുത്തെ ശക്തൻ തമ്പുരാൻ എന്താണ് പറയുക, ആ ഗ്രൗണ്ടും അവിടുത്തെ റൗണ്ടും അവിടുത്തെ മൈതാനവും ഒക്കെ നമുക്കൊരുപാട് കാഴ്ചകൾ സമ്മാനിക്കുന്ന ഇടമാണ്. അത് രാത്രിയായാലും ആ കാഴ്ചകൾക്ക് യാതൊരു മാറ്റമില്ല. പക്ഷേ അതേ സമയത്ത് അതിൻ്റെ മറുഭാഗത്ത് രാത്രിയിലും ജോലി ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. അവരുടെ കാര്യങ്ങൾ, അവരുടെ വിശേഷങ്ങൾ നമ്മൾ പലപ്പോഴും അറിയാറില്ല, മനസ്സിലാക്കാറില്ല. അപ്പം ആ രാത്രികാല ജീവിതം കൂടി തേടിയാണ് നമ്മുടെ ഇന്നത്തെ യാത്ര. 24 സംഘം ആ യാത്ര തുടങ്ങുകയാണ് പ്രേക്ഷകർക്കൊപ്പം. കൂടണയാൻ തലങ്ങും വിലങ്ങും ചീറിപ്പായുന്ന വാഹനങ്ങൾ, കൂരയില്ലാത്തതിനാൽ കടത്തിണ്ണയിൽ കൂടണഞ്ഞവർ, രാവിനെ പകലാക്കി പണിയെടുക്കുന്ന മനുഷ്യർ. സാംസ്കാരിക നഗരിയുടെ രാവുകൾ അങ്ങനെയാണ്. ചേട്ടാ ശക്തൻ, ഈ രാത്രി യാത്രയൊക്കെ സുരക്ഷിതമാണോ? സുരക്ഷിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാ പറയാൻ പറ്റില്ല. ഇപ്പോ വണ്ടിയിൽ കയറുന്ന ആൾക്കാരെ പോലെ ഇരിക്കും. കരുതി വച്ച ചായയുമായി ഉറക്കമൊഴിച്ച് കാത്തിരിക്കുന്ന കൊച്ചു ചായപ്പിടിയകളുണ്ട്. അവിടുത്തെ തൊഴിലാളികളുണ്ട്. അവരുടെ അധ്വാനത്തിന്റെ കൂടി ഓർമ്മപ്പെടുത്തലാണ് ഈ രാത്രികൾ. പത്ത്-25 വർഷമായിട്ട് നമ്മളൊരു 1 മണി 1:30 വരെ തുറക്കാറുണ്ട്. സാംസ്കാരിക നഗരിയുടെ ശില്പിയുടെ പേരിൽ ഒരു പച്ചക്കറി മാർക്കറ്റ്. ഉറക്കമൊഴിച്ചുള്ള രാത്രി അധ്വാനത്തിന്റെ കഥകളേറെയുണ്ട് ശക്തൻ മാർക്കറ്റിനും. മഴക്കാലവും വേനൽക്കാലവും ഒന്നുമില്ല. 24 മണിക്കൂർ ജോലിക്കാരാ. അത് ഷിഫ്റ്റ് ആയിട്ട് ഞങ്ങൾ പണിയുന്നത്. പുലർവെളിച്ചം തേടി ഒരു രാവു കൂടി നടന്നകലുകയാണ്. അതിനു നടുവിൽ കുറെ ജീവിതങ്ങളും മനുഷ്യരും. ക്യാമറാമാൻ ബിനേഷ് ബാബുരാജിനൊപ്പം സൂരജ് സജി, 24. അതെ, അങ്ങനെ ജോലിയിൽ മുഴുകിയിരിക്കുന്ന നിരവധി പേരുണ്ട് നമുക്ക് ചുറ്റും എന്നുള്ളതാണ്. നിങ്ങൾ കിടന്നുറങ്ങുമ്പോൾ ഒരുപാട് പേര് കമന്റ് ബോക്സിലുണ്ട്. നമ്മളും രാത്രി ജോലി ചെയ്യുന്നവരാണെന്ന് പറയും. നമ്മളും അതെ, പല ഷിഫ്റ്റുകളിലായി മാറി മാറി ജോലി ചെയ്യാറുണ്ട്. അതോടൊപ്പം തന്നെ ഒരു പ്രേക്ഷകൻ റോമി പറയുന്നുണ്ട്, ബർത്ത്ഡേക്കാരി ശ്രീനിധ ചേച്ചിയെ കൂടി പരാമർശിക്കൂ പ്രാപ്ര. ശ്രീനിധ ചേച്ചിക്ക് നമ്മൾ ബർത്ത്ഡേ വിഷസ് ഒക്കെ കൊടുത്തിരുന്നു. അപ്പൊ എന്താണ് റോമിയുടെ കൂടി ആ ഒരു ആശംസ നമ്മൾ അറിയിക്കാം കേട്ടോ. നമ്മുടെ അനന്തു അതുപോലെ തന്നെ കൂരായണക്കാരിക്ക് വിഷസ് പറയണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ വിഷസ് അറിയിക്കാം, അവിടെ ഉണ്ട്, വിഷസ് അറിയിക്കാം. അങ്ങനെ ഒരുപാട് കമന്റ്സ് വരുന്നുണ്ട്. നമുക്ക് അപ്പൊ നമ്മുടെ സ്റ്റോറിയിലേക്ക് കടക്കാമെന്ന് തോന്നുന്നു. മറ്റൊരു വിശേഷത്തിലേക്ക് പോവുകയാണ്. കേരളത്തിൽ
ഇതൊരു വിഭവത്തെ കുറിച്ചാണ്. ഒരു വിഭവത്തെ കുറിച്ചാണ്. കേരളത്തിൽ നിന്ന് ചെന്നൈയിലെത്തി ഹിറ്റായ ഒരു വിഭവത്തെ കുറിച്ചാണ്. ആ വിഭവത്തിന്റെ പേര് വിഴിഞ്ഞം ചിക്കൻ എന്നാണ്. പൊളി സാധനമാണ്, ഞാൻ കഴിച്ചിട്ടില്ല, അങ്ങനെയാണ് കഴിച്ചത് പറഞ്ഞത്. അതെ അതെ, നല്ല സ്പൈസി ആയിട്ടുള്ള ചിക്കനും കേരള പൊറോട്ടയ്ക്കും ആവശ്യക്കാർ അവിടെ ഏറെയാണെന്നാണ് നമ്മുടെ ചെന്നൈ ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നത്. ഏതാണ്ട് ഒരു വർഷം മുൻപാണ് വിഴിഞ്ഞം ചിക്കൻ ചെന്നൈയിൽ എത്തിയത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഉച്ചയ്ക്ക് 12 മണി മുതൽ പുലർച്ചെ 2 മണി വരെ വിഴിഞ്ഞം ചിക്കൻ ഭക്ഷണപ്രേമികൾക്ക് മുന്നിലെത്തും അവിടെ ചെന്നൈയിൽ. അപ്പോൾ കണ്ടറിയാം ചെന്നൈയിലെത്തിയ ആ മലയാളി രുചിയുടെ സ്വാദ്. തൽക്കാലം പ്രവിത, ഗുഡ് ഈവനിങ്. തിരുവനന്തപുരത്ത് നിന്ന് ചെന്നൈയിലേക്ക് എത്തിയ ഒരു പ്രത്യേക ഭക്ഷണ വിഭവം ഒന്ന് പരിചയപ്പെടുത്താം എന്ന് വിചാരിച്ചാണ്. ചെന്നൈയിലെ മൗണ്ട് റോഡിലുള്ള വിഴിഞ്ഞം ചിക്കൻ, അതായത് തിരുവനന്തപുരത്തെ വിഴിഞ്ഞത്തിൻ്റെ പ്രത്യേകതയായിട്ടുള്ള വിഴിഞ്ഞം ചിക്കനാണ് ഇവിടെ ഉള്ളത്. വർഷങ്ങൾക്ക് മുൻപ് തിരുവനന്തപുരം വിഴിഞ്ഞത്തെ അഫ്സൽ ഹോട്ടലിൽ പിറവിയെടുത്ത റെസിപ്പി അതിപ്പോൾ ചെന്നൈയുടെ രുചി വൈവിധ്യത്തിൽ ഒഴിവാക്കാൻ പറ്റാത്ത ഒന്നായി. ചിക്കനൊപ്പം വലിപ്പമുള്ള കേരള പൊറോട്ടയല്ല, പകരം ചെറിയതും നല്ല സോഫ്റ്റുമായ പൊറോട്ട, ഒപ്പം തിരുവനന്തപുരത്തിൻ്റെ പ്രത്യേകതയുള്ള കരിക്ക് ഷേക്കും. സംഭവം ഇൻഗ്രീഡിയൻസ് സീക്രട്ടാണ്. മുളകിൻ്റെ കുറേ മിക്സഡ് ടൈപ്പാണ് സംഭവം. വിഴിഞ്ഞം ചിക്കൻ ചെന്നൈയിലെത്തിയതിനു പിന്നിലും ആ രുചി പെരുമ തന്നെയാണ്. കേരളത്തിലെത്തുന്ന തമിഴ്നാട്ടിൽ നിന്നുള്ള സഞ്ചാരികളുടെ നിരന്തര ആവശ്യമായിരുന്നു ഇത്. നമ്മൾ നാട്ടിൽ കുറേ ടൂറിസ്റ്റുകൾ വരുമായിരുന്നു, ഇവിടുന്ന് തമിഴ്നാട്ടിൽ നിന്ന് കുറേ ആൾക്കാർ വരുമായിരുന്നു. അപ്പോൾ അവരിങ്ങനെ കഴിച്ചിട്ട് നല്ല ഫുഡാണ്, ഓക്കെയാണ്, ഇത് എന്തുകൊണ്ടിങ്ങനെ സ്റ്റാർട്ട് ചെയ്തെന്ന് പറഞ്ഞിട്ട് കുറേ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഐഡിയ വെച്ചിട്ടാണ് പിന്നെ ഇങ്ങോട്ട് നമ്മൾ. നല്ല ചുവന്ന മുളക് ചതച്ചെടുത്ത മസാലയാണ് വിഴിഞ്ഞം ചിക്കൻ്റെ പ്രത്യേകത. മറ്റു ചിക്കൻ ഫ്രൈകളിൽ നിന്ന് ഇതിനെ വ്യത്യസ്തമാക്കുന്നതും ഈ മസാലക്കൂട്ട് തന്നെ. വിഴിഞ്ഞം ചിക്കൻ്റെ പ്രിയക്കാർ ചെന്നൈ മലയാളികൾ മാത്രമല്ല, സ്ഥിരമായി ചിക്കൻ കഴിക്കാനെത്തുന്ന നിരവധി പേരുണ്ട്. நல்ல ஸ்பைசியாக டேஸ்ட்டாக இருக்கும். ஃபேவரட்டு இந்த விழிஞ்சம் சிக்கன் கேரளா பரோட்டா, அது நல்லாயிருக்கும். ഓൺലൈൻ വിൽപ്പനയും പാർസലുമൊക്കെയായി വിഴിഞ്ഞം ചിക്കൻ ചെന്നൈയുടേതായി കഴിഞ്ഞു. ഒരു വർഷം കൊണ്ടാണ് ഈ രുചി പെരുമ ചെന്നൈയിലെ ഭക്ഷണപ്രേമികളുടെ ഹൃദയം കവർന്നത്. അടിപൊളി, ഒരു രക്ഷയില്ല. അപ്പം പ്രവിതേ, രണ്ടുപേരും തിരുവനന്തപുരത്ത് വിഴിഞ്ഞത്തോ അല്ലെങ്കിൽ ചെന്നൈയിലൊക്കെ പോരുമ്പോൾ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം, ഗംഭീരമാണ്. അപ്പോൾ പാട്ടും വർത്താനമൊക്കെ ആയിട്ട് നിങ്ങൾ ഷോ തുടരും, ഞാനിതൊന്ന് ഫിനിഷ് ചെയ്യട്ടെ. ഓക്കെ മനേഷേ, അപ്പൊ എനിക്കൊന്ന് സൈൻ ഓഫ് സമയത്തും അത് തിന്ന് തീർക്കാനുള്ള ആ ഒരു മനസ്സ് കാണിച്ചല്ലോ, വളരെ നന്നായിട്ടുണ്ട് കേട്ടോ. അപ്പൊ എന്തായാലും പോയി കഴിക്കാൻ പറഞ്ഞോളൂ നമ്മുടെ അടുത്ത്. ഡിന്നറൊക്കെ കഴിച്ചിരിക്കുന്ന സമയമാണ്. അപ്പം ഇനി ഇത് കണ്ടിട്ട് കഴിക്കാൻ തോന്നുന്ന നിരവധി പ്രേക്ഷകരുണ്ടാവും. കഴിഞ്ഞ ദിവസമൊക്കെ അങ്ങനത്തെ കമന്റ്സ് ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു പ്രജൻ നമ്മളെ ഇപ്പൊ മറ്റൊരു പ്രേക്ഷക നമ്മോടൊപ്പം ജോയിൻ ചെയ്യുന്നുണ്ടെന്നാണ് തോന്നുന്നത്. വീണ ദുബായിൽ നിന്നാണെന്നാണ് നമ്മുടെ പ്രൊഡ്യൂസർ പറയുന്നത്. കീർത്തന അവിടെ അങ്ങനെ പറയുന്നു അല്ലേ, നോക്കാം. യെസ്, എനിക്ക് തോന്നുന്നു വീണയുടെ കൂടെ വീണയുടെ ഫാമിലിയാണോ? വീണ, ഹായ്. ഹായ് വീണ, ആരൊക്കെയാണല്ലോ? ഒരുപാട് പേരുണ്ടല്ലോ, പറയൂ. വാവയൊക്കെ കാണാലോ? വാവയെ കാണാൻ ഞങ്ങളുടെ വീട്ടില് എന്താന്ന് വെച്ചാല് നമ്മുടെ 24 ചാനൽ അല്ലാതെ വേറൊരു ചാനൽ വെക്കത്തില്ല. അപ്പൊ കുട്ടികൾ എന്താ വെച്ചാല് 24 ചാനൽ ഓഫ് ചെയ്ത് കേട്ടോ, അത് ഓൺ ചെയ്ത് തന്നെ കിടന്നോണ്ടേ. 24 ഒരു ചാനൽ മാത്രമേ ഉള്ളൂ. കുട്ടികൾക്ക് ഒരു കാർട്ടൂൺ കാണാനോ ഒന്നും സമ്മതിക്കത്തില്ല. അച്ഛനാണ് അതിന്റെ ഫുൾ ടൈം ഇവിടെ. കുട്ടികളെ വാർത്തകൾ അറിഞ്ഞ് വളരുകയാണല്ലേ. എല്ലാരെയും അറിയാം, കുട്ടികൾക്ക് വരെ എല്ലാരെയും അറിയാം. നാട്ടിലെവിടാ വീണ? നാട്ടിൽ പറഞ്ഞില്ല എവിടെയാണെന്ന്. അല്ല, ചേട്ടന്റെ മക്കള് നെഗറ്റീവായിട്ട് എടുക്കരുത്, തമാശയാണ്, ഒരു കോമഡി ആയിട്ട് എടുക്കുക. മക്കള് പറയുന്നത് എന്താ വെച്ചാൽ ശ്രീകണ്ഠനാരൊന്നും മരിച്ചു പോണെന്നാ. എന്നാ പിന്നെ ഈ ചാനൽ കേൾക്കുന്നുണ്ടോ കേട്ടോ. അല്ല, അതാ ഞാൻ പറഞ്ഞ, അത്ര ഈ ചാനലിനോട് അഡിക്റ്റ് ആണ്, ഇത് മാറ്റാനേ സമ്മതിക്കത്തില്ല. അപ്പൊ ഏറ്റവും ഇഷ്ടമുള്ള ഷോ എസ്കെൻ സാറിന്റെ ഷോ തന്നെയാണോ? ഹാഷ്മി താജ് ഇബ്രാഹിം. ഹാഷ്മിയോട് പറയാം, ഹാഷ്മി കേൾക്കുന്നുണ്ടാവും, പറയാം, നമ്മളും പറയാം. പൊതുജനം കഴുതല്ല സാർ, ഞങ്ങളോട് ദേഷ്യപ്പെടുന്നത് അങ്ങനെയാണ്. വീണ നാട്ടിലെവിടെയാന്ന് പറഞ്ഞില്ല, നാട്ടിലെവിടെയാ? നാട്ടിൽ ഞങ്ങള് ചങ്ങനാശ്ശേരി, കോട്ടയം.
ഓക്കെ 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 വീണ എന്തെങ്കിലും പ്രത്യേകമായിട്ട് നമ്മുടെ നാട്ടുകാരോടും 24-ന്റെ yes. പ്രേക്ഷകരാണെന്നുള്ളത് മനസ്സിലായി. ഇപ്പൊ നാട്ടിലുള്ളവരുടെ അടുത്ത് എന്തെങ്കിലും പറയാനുണ്ടോ? നാട്ടില് ഇപ്പൊ ആരെങ്കിലും കാണുന്നുണ്ടോന്ന് അറിയത്തില്ല, കാരണം ഇപ്പൊ അവിടെ ടൈം കഴിഞ്ഞല്ലോ, 11 o'clock. എല്ലാവരോടും അന്വേഷണം. യെസ് വാവ വർത്തനം പറഞ്ഞു തുടങ്ങിയോ? വാവ കേൾക്കുന്നുണ്ടോ നമ്മളെ? വാവേ ഹലോ, വാവയ്ക്ക് ചിലപ്പോ ടാറ്റ പറയാമോ? ചാച്ച ചാച്ച പറയാമോ? ചാച്ച ഇല്ല. ആ ഓക്കെ ഓക്കെ വേണ്ട, വിട്ടേക്ക്. ഓക്കെ വീണ ഓക്കെ ബൈ. ഓക്കെ, വിളിച്ചതിൽ ഒരുപാട് സന്തോഷം വീണ. അപ്പൊ ദുബായിൽ നിന്ന് വീണയാണ് ഇപ്പൊ വിളിച്ചത്. എന്തായാലും വീണ പറയുന്ന പോലെ ഫുൾ ടൈം 24 ഇടുന്ന ഇങ്ങനെ ഒരുപാട് പ്രേക്ഷകരുണ്ടെന്ന് തോന്നുന്നു. നമ്മൾ തന്നെ ഒരുപാട് പേര് വന്നിട്ട് ഇങ്ങനെ പറയാറുണ്ട്, ഈ ചാനലല്ല മറ്റൊരു ചാനൽ വെക്കാറില്ല എന്ന് പറയാറുണ്ട്. അപ്പോൾ മറ്റൊരിടത്ത് നാളെ സ്കൂളുണ്ടോ, നാളെ ക്ലാസ് ഉണ്ടോ, നാളെ കോളേജ് ഉണ്ടോ, അങ്ങനെ ആ കമന്റുകൾ മാത്രം ഒരു പട പോലെ ഇങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ അവരുടെ അടുത്തെല്ലാം നേരത്തെ വീണ്ടും പറയുന്ന അതേ കാര്യമാണ്. അങ്ങനെ ഒരു അവധിയൊന്നും എവിടെയും ആരും പ്രഖ്യാപിച്ചിട്ടില്ല. നാളെ പഠിപ്പ് മുടക്കും എന്ന് മാത്രമാണ് SFI ASFI ഉള്ള ഇടത് സംഘടനകൾ പറഞ്ഞത്. അതെന്തായാലും കോളേജ് ഇല്ലാണ്ടിരിക്കാൻ സാധ്യതയൊന്നുമില്ല. അപ്പൊ ഇന്ന് എല്ലാവരും നാളെ കോളേജിൽ പോകണം എന്നുള്ള ആ മനസ്സോടെ തന്നെ വേണം ഉറങ്ങാൻ പോവാൻ. ഇനി എല്ലാ ദിവസവും ഉണ്ട് ഇങ്ങനെ കമന്റ് ബോക്സിൽ നാളെ ക്ലാസ് ഉണ്ടോ, ക്ലാസ് ഉണ്ടോ. കുട്ടികളെ പഠിക്കാനുള്ള സമയം കൂടിയല്ലേ. കോളേജൊക്കെ രസമല്ലേ. സ്കൂളാണെങ്കിൽ ഈ ലൈഫ് നിങ്ങൾ പിന്നീട് മിസ് ചെയ്യും. അപ്പൊ നമുക്ക് അടുത്ത റിപ്പോർട്ടിലേക്ക് കടക്കാൻ തോന്നുന്നല്ലേ? തീർച്ചയായിട്ടും നമ്മൾ നേരെ പോകുന്നത് ഇപ്പോ നമ്മൾ ചെന്നൈയിൽ ഒന്ന് പോയി വന്നു. ഇനി എങ്ങോട്ടാ? ഇനി നേരെ മുംബൈയിലേക്ക് പോവാം. പ്രേക്ഷകർക്ക് അറിയാലോ, അത് ഉറങ്ങാത്ത നഗരമാണ് മുംബൈ. പകലും രാത്രിയും ഒരേപോലെ സ്വാതന്ത്ര്യത്തോടെ ആളുകൾ പുറത്തിറങ്ങി നടക്കുന്ന ഒരു നഗരം. അപ്പോൾ മുംബൈയിലെ ബസ് സ്റ്റാൻഡ്, അവിടുത്തെ കാഴ്ചകൾ, അത്തരം കാഴ്ചകളിലേക്കാണ് നമ്മൾ ഇറങ്ങിച്ചെല്ലുന്നത്. അപ്പോൾ അങ്ങനെ വെറൈറ്റി കാഴ്ചകളുമായിട്ട് ശ്രീനാഥ് ചന്ദ്രനാണ് അവിടെ നിന്നും ചേരുന്നത്. ശ്രീനാഥ് ചന്ദ്രൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്കാണ്. എന്താണ് രാത്രി കാലത്തെ അവിടെ മുംബൈ സ്റ്റാൻഡിലെ ബസ് സ്റ്റാൻഡിലേക്ക് അവസ്ഥ നോക്കാം. നമസ്കാരം. രാത്രി ജീവിതം വല്ലാതെ ആസ്വദിക്കുന്നവരാണ് മുംബൈക്കാർ. രാത്രി ആളുകൾ ഒത്തുകൂടുന്ന നിരവധി സ്ഥലങ്ങൾ മുംബൈയിലുണ്ട്. പക്ഷേ എല്ലായിടത്തും പോയി ആ ഇടങ്ങളിലെ കാഴ്ചകൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുക ഈ ചുരുങ്ങിയ സമയത്തിൽ സാധ്യമല്ല. അതുകൊണ്ട് മുംബൈയിലെ ബാന്ദ്രയിൽ ആളുകൾ വലിയ തോതിൽ രാത്രി എത്താറുള്ള, ഒത്തുകൂടാറുള്ള ഒരിടത്തേക്കാണ് നമ്മൾ പോകുന്നത്. ഒരു സൂപ്പർ താരത്തിൻ്റെ വീട് കൊണ്ട് പ്രസിദ്ധമായ ഒരിടമാണ്. അതിന് തൊട്ടടുത്ത് മറ്റൊരു സൂപ്പർ താരം കൂടിയുണ്ട്. അവിടെ കൂടി നമുക്കൊന്ന് പോയി വരാം. ഇതാണ് ഞാൻ പറഞ്ഞ ആ സൂപ്പർ താരത്തിൻ്റെ വീട്. ഈ പേര് കേട്ടാൽ പോലും ഇന്ത്യയിലെ ഒരുവിധം താര ആരാധകർക്കൊക്കെ മനസ്സിലാകും. മന്നത്താണ്. മന്നത്തിന് മുന്നിൽ ഇതുപോലെ ആരാധകരൊക്കെ നിന്നിങ്ങനെ ഫോട്ടോ എടുക്കുകയാണ്. അവരോടൊന്ന് ചോദിക്കാം, എവിടെ നിന്നാണ്? കഹാ സേ ആപ്? ഫാൻ ഹൈ ക്യാ ഷാരൂഖ് ഖാൻ? बहुत बड़ी। पसंद मूवी कौन सा है? फेवरेट मूवी? दिलवाले दुल्हनिया ले जाएंगे। शाहरुख खान को देखा? नहीं देखा, देखने के वो आगे तो अच्छा रहेगा। अच्छा, कहाँ से आए आप? हम आंध्रा से। പകൽ കാഴ്ച പോലെ തന്നെ രാത്രിയും മന്നത്തിന് മുന്നിലേക്ക് ഇതുപോലെ നിരവധി ആരാധകർ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. അതിന് ഈ സമയപരിധി ഒന്നുമില്ല. അർദ്ധരാത്രി കഴിഞ്ഞുമൊക്കെ തന്നെ ഈ ഏരിയയിൽ ബാൻഡ് സ്റ്റാൻഡ് പരിസരത്ത് ആരാധകരെ കാണാം. ഷാരൂഖ് എപ്പോഴെങ്കിലും ഒന്ന് പുറത്തേക്ക് വന്നൊന്ന് കൈവീശി കാണിക്കുമോ എന്നൊക്കെയാണ് അവരുടെ പ്രതീക്ഷ. ബാൻഡ് സ്റ്റാൻഡിലേക്ക് എത്തുന്നവർക്ക് രണ്ട് കാഴ്ചകളാണ് ഇവിടെ ഉള്ളത്. അതിലൊന്ന് ഞാനിപ്പോൾ ആദ്യം കാണിച്ച ഷാറൂഖ് ഖാൻ്റെ വീടായ മന്നത്ത്. അതിനൊപ്പം തന്നെ ഇവിടെ കടൽ കാഴ്ചകൾ കാണാൻ കഴിയും. കടലിന് അഭിമുഖമായാണ് ഷാറൂഖ് ഖാൻ്റെ വീടുമുള്ളത്. ഏതായാലും കടൽ കാഴ്ചകൾ കണ്ട് നിരവധി ആളുകൾ ഇങ്ങനെ ഇരിക്കുന്നു. ഇവിടെ രസമുള്ള ഒരു കാഴ്ച കൂടിയുണ്ട്. അത് ഞാനിപ്പം യാദൃശികമായാണ് കണ്ടത്. ഒരു കക്ഷിയാണ്, ഒരു പ്രതിമ മനുഷ്യൻ. അത് ദൃശ്യങ്ങൾ തന്നെ നമുക്ക് നേരിട്ട് കാണാം. ഏതായാലും ഇതൊക്കെയാണ് മുംബൈയിലെ രാത്രി കാഴ്ചകളുടെ ഒരു ഭാഗം. വരുൺ ബി നായർക്കൊപ്പം ശ്രീനാഥ് ചന്ദ്രൻ, 24. അപ്പൊ മുംബൈയിലെ ബാൻഡ് സ്റ്റാൻഡിൽ നിന്നുള്ള വിവരങ്ങൾ അല്ലെങ്കിൽ അവിടുത്തെ വിശേഷങ്ങളാണ് ഇപ്പോൾ ശ്രീനാഥ് ചന്ദ്രൻ പങ്കുവച്ചത്. അപ്പൊ നമ്മള് മാഷേട്ടൻ ഒരു കാര്യം പറയുന്നു. ഓ, നമ്മൾ നാട്ടുകാരുമായിട്ടുള്ള പ്രേക്ഷകരൊന്നും ഇപ്പൊ നിങ്ങൾക്ക് വേണ്ട അല്ലേ, സങ്കടം ഉണ്ട് കേട്ടോ എന്ന് മാഷേട്ടൻ പറഞ്ഞു. മാഷേട്ടാ അങ്ങനെ പറയരുതേ. അപ്പൊ വിളിക്കുമ്പോൾ ആരെയാണോ ആദ്യം കിട്ടുന്നത് അവരെയാണല്ലോ നമ്മൾ എടുക്കുക. നിങ്ങൾ വിളിച്ചുകൊണ്ടേയിരിക്കുക. എങ്ങനെ വിളിക്കണം എന്നൊക്കെ ആൾക്കാർ ചോദിക്കുന്നുണ്ട്. പക്ഷേ ഇതാ നിങ്ങൾ പറഞ്ഞതുപോലെ നമ്മുടെ നാട്ടിൽ നിന്ന് തന്നെ ഒരാൾ റെഡി ആയിട്ടുണ്ട്. പേരാമ്പ്രക്കാരനാണ് അല്ലെ, രാജേഷ് ഏട്ടനാണ്. രാജേഷ് ഓൺ സ്ക്രീൻ നൗ. ഗുഡ് ഈവനിംഗ്. ഹലോ. നമസ്കാരം രാജേഷ് ഏട്ടാ. ആരാ കൂടെ ഉള്ളത്?
കൂടെയുള്ളത് മകളാണ്. എന്താ മോളുടെ പേര്? കാർത്തിക. കാർത്തിക പഠിക്കുകയാണല്ലോ അല്ലെ? ഏത് ക്ലാസ്സിലാ? 7 ആഹാ, ഏത് സ്കൂളിലാ? പുത്താളി യുപി സ്കൂൾ. നാളെ സ്കൂളിൽ പോണ്ടേ? ആ. ഹോംവർക്ക് ഒക്കെ ചെയ്തോ? ഇങ്ങനത്തെ ഒക്കെ ചോദ്യം ചോദിച്ചു വിഷമിക്കണ്ട പ്രജൻ. രാജേട്ടാ പറയൂ, രാജേട്ടാ വിശേഷങ്ങൾ പറയൂ. എന്ത് ചെയ്യുന്നു ചേട്ടൻ? എന്ത് ചെയ്യുന്നു? ഞാൻ ഗവൺമെന്റ് സർവീസിലാണ് വർക്ക് ചെയ്യുന്നത്. ആഹാ, എഞ്ചിനീയറിംഗ് കോളേജിലാണ്. ഓ ഓക്കെ 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 ഓക്കേ. ഫൈൻ. അപ്പൊ ഒരുപാട് സന്തോഷം ചേട്ടാ വിളിച്ചതില്. 24 ഭക്ഷണമൊക്കെ സ്ഥിരം കഴിച്ചിരിക്കുകയായിരിക്കും അല്ലേ? പ്രേക്ഷകനാണെന്ന് പ്രതീക്ഷിക്കുന്നു. ഭക്ഷണമൊക്കെ കഴിച്ചു. ഉറങ്ങാനുള്ള പരിപാടിയില്ല. അപ്പൊ എല്ലാ ദിവസവും നമ്മുടെ പ്രോഗ്രാം കാണാം, എല്ലാ പ്രോഗ്രാമും കാണണം, അതെ. എല്ലാ ബുള്ളറ്റും കാണാം, എല്ലാ ഷോയും കാണണം. പാട്ടൊക്കെ ഉഷാറായിട്ടുണ്ട്. താങ്ക് യു. അപ്പൊ ഇനി ഈ പിന്തുണ ഒരു തുടരും. സംശയം ഉണ്ടായിരുന്നു, നമ്മുടെ റെക്കോർഡിംഗ് കാണുമോ എന്നുള്ളൊരു സംശയം ഉണ്ടായിരുന്നു. ഏത് ഇതോ? നമ്മളെ ഈ കൊണ്ട് പ്രോഗ്രാമാണോ? പോലെയൊക്കെ പാടി ഒപ്പിച്ചു പോവാണ്. എന്തായാലും ഒരു പ്രത്യേക തരത്തിലുള്ള വാർത്ത ആണ്. നല്ല ഇഷ്ടമായി. താങ്ക് യു സോ മച്ച് ചേട്ടാ. താങ്ക് യു. അപ്പൊ ഇനിയും ഇങ്ങനെ പിന്തുണ തുടരണം കേട്ടോ. താങ്ക് യു സോ മച്ച് ഫോർ കോളിംഗ്. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. പേരാമ്പ്രക്കാരനാണ്. എനിക്ക് തോന്നുന്നു നമ്മുടെ ഷോ തുടങ്ങിയിട്ട് ആദ്യമായിട്ടാണ് നാട്ടിൽ നിന്നുള്ള ഒരു കോളർ കിട്ടുന്നത്. അത് പേരാമ്പ്രക്കാരനായ രാജേഷ് ചേട്ടന്റെ മകളുമാണ്. അപ്പോൾ താങ്ക് യു സോ മച്ച്. അപ്പോൾ നിങ്ങൾ വിളിക്കുക. യെസ്, വെൽക്കം ബാക്ക്. നമ്മൾ തുടരുകയാണ് ഗുഡ് നൈറ്റ് വിത്ത് പ്രജിൻ ആൻഡ് രവിത. ഓക്കെ, അപ്പോൾ നമുക്ക് പെട്ടെന്ന് അടുത്ത സെഗ്മെന്റിലേക്ക് പോവാം. എല്ലാവരും ഉറക്കത്തിലാണെന്ന് കുറെ ആളുകൾ കമന്റ് ചെയ്യുന്നുണ്ട്. ഉറങ്ങി വീഴാൻ പോവാന്നൊക്കെ പറയുന്നു. എന്നാലും കണ്ണിങ്ങനെ തുറന്നു പിടിച്ച് കണ്ടുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഷോ എന്ന് പറയുന്നു. അപ്പോൾ ഉറക്കത്തെക്കുറിച്ച് നിങ്ങൾക്ക് എന്തൊക്കെ അറിയാം? നമ്മുടെ ഉറക്കം പ്രോപ്പർ ആണോ അല്ലയോ എന്നുള്ള സംശയമൊക്കെ പലപ്പോഴും ഉണ്ടാവും. തീരെ ഉറക്കമില്ല എന്ന പരാതി നിരവധി പേർക്കുണ്ട്. നമുക്ക് ഉറക്കത്തെക്കുറിച്ച് വിശദമായി അതറിഞ്ഞു കളയാം. ഇനി കാണാം ഉറക്കശാസ്ത്രം. അപ്പൊ ഇന്ന് പറയാൻ പോകുന്നത്, ഇപ്പൊ പല ആൾക്കാരും മൊബൈലിലാണ് നമ്മുടെ ഈ ഷോ ഒക്കെ കണ്ടുകൊണ്ടിരിക്കുന്നത് അറിയാം. പക്ഷേ അത്തരം ആൾക്കാരോട് നിങ്ങൾ ഈ മൊബൈൽ ഫോൺ നോക്കി അവിടെ കിടന്നുറങ്ങുന്ന ഒരു ശീലമാക്കി കഴിഞ്ഞാൽ പ്രശ്നമാണ്. അപ്പം നമ്മുടെ ഷോ കഴിഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് നിങ്ങൾ വെറുതെ ഇരിക്കുക, എന്നിട്ട് വേണം ഉറങ്ങാൻ പോകാൻ എന്നാണ് പറയുന്നത്. അപ്പം അതെ, ഈ സ്ക്രീൻ ടൈം ഒരു പ്രശ്നമാണ്. പ്രത്യേകിച്ചും ചെറിയ കുട്ടികളൊക്കെ നമ്മൾ എന്തായാലും അത് പോസിറ്റീവായിട്ട് എടുക്കുക. കുട്ടികളൊക്കെ കാണുകയാണെങ്കിൽ കുറേ സമയം കണ്ട് ഉറക്കത്തിലേക്ക് പോകും പ്രശ്നമാണെന്നാണ് ഡോക്ടർ പറയുന്നത്. പക്ഷേ അത് ബാധിക്കാതിരിക്കാൻ, ഉറക്കത്തെ ബാധിക്കാതിരിക്കാൻ എന്ത് ചെയ്യണമെന്നൊക്കെയുള്ള കാര്യങ്ങൾ നമുക്ക് അറിയേണ്ടതുണ്ട്. അപ്പോൾ അതെങ്ങനെയാണെന്നൊക്കെ വിവരിക്കാൻ ഡോക്ടർ സൗമ്യ സരിൻ എത്തുന്നു. കാണാം. ഉറങ്ങുന്ന സമയത്ത് അതിന് 1 മണിക്കൂർ മുമ്പെങ്കിലും നമ്മൾ നമ്മുടെ സ്ക്രീൻ ടൈം നിർത്തണം എന്ന് പറയാറുണ്ട്. സ്ക്രീൻ ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സ്ക്രീനിലേക്ക് നോക്കിയിരിക്കുന്നത്, അത് TV ആവാം, ലാപ്ടോപ്പ് ആവാം, ഐപാഡ് ആവാം, മൊബൈൽ ആവാം, എന്തോ ആവട്ടെ, അതെല്ലാം 1 മണിക്കൂർ മുമ്പെങ്കിലും നിർത്തണം എന്ന്. അത് എന്തുകൊണ്ടാണെന്നറിയോ? നമുക്ക് നല്ലൊരു ഉറക്കം കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മുടെ കണ്ണിന് ചുറ്റുമുള്ള മസിൽസും വളരെയധികം റിലാക്സ്ഡ് ആയിട്ടിരിക്കണം. അതിന് നമ്മളെ സഹായിക്കുന്നത്, നമ്മുടെ കണ്ണിൽ 2 തരം കോശങ്ങളുണ്ട്, റോഡ്സ് കോശങ്ങളും കോൺസ് കോശങ്ങളും. ഈ റോഡ് കോശങ്ങളാണ് നമുക്ക് ഡിം ലൈറ്റിൽ കാണാനൊക്കെ സഹായിക്കുന്നത്. അപ്പോൾ നമ്മുടെ കണ്ണ് വളരെ റിലാക്സ്ഡ് ആയിരിക്കും. കോൺ കോശങ്ങളാണ് ഭയങ്കര ബ്രൈറ്റ് ഒബ്ജക്റ്റിനെ നമുക്ക് കാണാൻ സഹായിക്കുന്നത്. പക്ഷെ അപ്പോൾ കണ്ണ് കുറച്ച് ഒരു റിലാക്സ്ഡ് ആയിട്ടുള്ള മോഡിലാവില്ല. നമ്മളൊരു ബ്രൈറ്റ് ആയിട്ടുള്ള സ്ക്രീനിലേക്ക് നോക്കിയിരിക്കുമ്പോൾ നമ്മുടെ കോൺ കോശങ്ങളാണ് കൂടുതൽ ആക്ടിവേറ്റഡ് ആവുന്നത്. അപ്പോൾ നമ്മുടെ കണ്ണിനൊരു സ്ട്രെയിൻ കിട്ടും. എന്നാൽ ഇതെല്ലാം മാറ്റി വെച്ച് നമ്മളൊരു ഡിം ലൈറ്റിൽ ഇരിക്കുന്ന സമയത്ത് നമ്മുടെ റോഡ് കോശങ്ങൾ കൂടുതൽ ആക്ടിവേറ്റഡ് ആവുകയും നമ്മുടെ കണ്ണിന് നല്ല റിലാക്സേഷൻ കൊടുക്കുകയും ചെയ്യുന്നു. സോ എങ്കിൽ മാത്രമേ നമുക്ക് സുഖകരമായ ഒരു ഉറക്കം രാത്രി കിട്ടുകയുള്ളൂ. അതുകൊണ്ടാണ് 1 മണിക്കൂർ മുമ്പെങ്കിലും നമ്മൾ ഈ വക എല്ലാ സംഭവങ്ങളും, പ്രത്യേകമായിട്ട് പറയുന്നത് മൊബൈലാണ്, മാറ്റിവെക്കണം എന്ന് പറയുന്നത്. അപ്പോൾ ഡോക്ടർ പറഞ്ഞ കാര്യങ്ങൾ പോസിറ്റീവായിട്ട് എടുക്കുക. പക്ഷെ നമ്മുടെ ഷോ മുടങ്ങാൻ നിങ്ങൾ കാണണം. ഇപ്പൊ നമുക്കൊരു പ്രേക്ഷകൻ നമ്മോടൊപ്പം ചേരാനായി എത്തിയിട്ടുണ്ട്. മുംബൈയിൽ നിന്നാണ്. ആണോ? മുംബൈയിൽ നിന്ന് ആരാണ് നമുക്ക് നോക്കാം. യെസ്, ഹലോ ചേട്ടാ. നമസ്കാരം. ബൈജു ചേട്ടാ. നമസ്കാരം. ബൈജു ചേട്ടാ, സുഖല്ലേ? ബൈജു ചേട്ടാ എവിടെയാ? മുംബൈയിൽ എവിടെയാ? മുംബൈ വസൈ റോഡ്. നമ്മുടെ ശ്രീനാഥ് അറിയോ? നമ്മുടെ ശ്രീനാഥ് അവിടുത്തെ ശ്രീനാഥ് ചന്ദ്രനെ അറിയോ? മുംബൈയിൽ നമ്മുടെ റിപ്പോർട്ടറാണ്. മുംബൈയിലെ ശ്രീനാഥ് നമ്മുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ജോയിൻ ചെയ്ത നമ്മുടെ റിപ്പോർട്ടറാണ്. അപ്പോ എന്തെങ്കിലും ഒരു ദിവസം നിങ്ങൾ കാണും ശ്രീനാഥിനെ. ചേട്ടനോടൊപ്പം ആരാ ഉള്ളത്? എനിക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നില്ല. ചേട്ടന്റെ വൈഫാണ് കൂടെ. ഹായ് ചേച്ചി. ഹായ് ചേച്ചി, നമസ്കാരം. ഒരുപാട് സന്തോഷം 24ന്റെ ഈ ഒരു പരിപാടിയുടെ ഭാഗമായതിൽ. 24 സ്ഥിരമായി കാണുന്ന ആളുകളാണോ നിങ്ങൾ രണ്ടുപേരും എന്നുള്ള ചോദ്യത്തിന് പ്രസക്തിയില്ല. ആണോ? ഏറ്റവും ഇഷ്ടപ്പെട്ട പരിപാടി ഏതാണ്? ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ട് ഞങ്ങൾ എപ്പോഴും ആസ്വദിക്കാറുണ്ട്. നല്ലതായിട്ട് പാടുന്നുണ്ട്. താങ്ക് യു. ഫാമിലി ഒക്കെ എവിടെയാണ്? നാട്ടിലെവിടെയാ? ഞങ്ങള് നാട്ടിലെ അഞ്ചൽ കൊല്ലം ജില്ലയിലെ അഞ്ചൽ ആലഞ്ചേരി മുതലേറ്റം എന്ന് പറയുന്ന സ്ഥലത്താണ്. ഓക്കെ, നാട്ടില് വരാറുണ്ടോ? അപ്പൊ എപ്പോഴാണ് ഏറ്റവും അവസാനം വന്നത്? ഞങ്ങൾ ഈ വർഷം വന്നില്ല. എല്ലാ വർഷവും ഞങ്ങൾ വരാറുണ്ട്. ഇനി അടുത്ത വർഷം വരാൻ ഇരിക്കുകയാണ്.
അപ്പൊ അപ്പോൾ നമുക്ക് കണ്ടാലോ വന്ന് അല്ലേ, നാട്ടിലേക്ക് വരുമ്പോൾ കാണാം. മുംബൈ വഴി വരികയാണെങ്കിൽ ശരി ചേട്ടാ, ശരി. അപ്പോ ഗുഡ് നൈറ്റ്. നാട്ടിലുള്ള എല്ലാവരോടും ഞാൻ സ്നേഹാന്വേഷണം അറിയിക്കാം. തീർച്ചയായിട്ടും പറയാം. നമ്മൾ പറഞ്ഞിരിക്കുന്നു. കാണുന്നുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു അല്ലേ? അപ്പൊ വളരെ പെട്ടെന്ന് ദൈർഘ്യം കുറഞ്ഞ ഒരു ഇടവേള, എനിക്കൊന്ന് 1.5 മിനിറ്റ് എന്തോ ഉള്ളൂ. അപ്പം എവിടെയും പോകരുത്, ഇനിയുണ്ട് ചില വിശേഷങ്ങൾ പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാൻ. അപ്പോൾ വെൽക്കം ബാക്ക് എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി. നമ്മുടെ ഒരുപാട് പ്രേക്ഷകരുടെ കമന്റ്സ് വരുന്നുണ്ട്. ഗോപകുമാറിനെ പരിചയമുണ്ടോ? ഇല്ല. ഗോപകുമാർ ഒരു കാര്യം ചോദിക്കുന്നുണ്ട്. ഗോപകുമാർ ശ്രീ പ്രവിതയ്ക്ക് ഏതെങ്കിലും സിനിമയിൽ അഭിനയിച്ചുകൂടെ എന്നാണ് ചോദ്യം. പ്രൊഡ്യൂസ് ചെയ്തോളൂ, നമുക്ക് നോക്കാം. നായകനായി ആരെയാണ് ഉദ്ദേശിക്കുന്നത്? അത് ചേട്ടൻ പറയട്ടെ. നായിക ആയിട്ട് ഫിക്സ് ചെയ്തു. അപ്പം ഒരു ആഗ്രഹം പറയൂ. ആഗ്രഹമല്ല, ആരെയാണ് ലെവൽ ഉദ്ദേശിക്കുന്ന ആരാണ് നായകനായിട്ട്? പെട്ടെന്ന് അങ്ങനെ ആരെയും കിട്ടുന്നില്ല പറയാൻ. ശരി, ആലോചിച്ചോണ്ടിരിക്കട്ടോ. ഓക്കെ, അപ്പോ നമുക്ക് അടുത്ത ഒരു റിപ്പോർട്ടിലേക്ക് പോവാം. പെട്ടെന്ന് നമ്മുടെ മുംബൈയിൽ പോയി, ചെന്നൈയിൽ പോയി, നമ്മൾ നേരെ പറക്കാൻ പോവാണ്. ദുബായിലേക്കാണ് യാത്ര. അപ്പൊ എന്താ ദുബായിലെ വിശേഷങ്ങൾ? ദുബായിലെ മിനി കേരളമാണ് കരാമ. അതായത് ദുബായിലുള്ള അവിടുത്തെ ആളുകൾക്കൊക്കെ അറിയാം, 5000-ഓളം ഹോട്ടലുകൾ നിറഞ്ഞ UAE-യിലെ തന്നെ അപൂർവ സ്ഥലമാണ് കരാമ. അപ്പൊ രാത്രി സമയത്ത് കരാമയ്ക്ക് വല്ലാത്ത സൗന്ദര്യം എന്നാണ് പറയുന്നത്. ഞാൻ പോയിട്ടില്ല, പ്രവിത പോയിട്ടുണ്ട്. ഞാൻ പോയിരുന്നു. അപ്പം ഇതുപോലെ തന്നെ ഞാനും എന്റെ ബ്രദറും ഇങ്ങനെ നടക്കുമ്പോൾ എന്റെ ചേട്ടന് തന്നെ എന്റെ അടുത്ത് പറഞ്ഞു, കണ്ടോ ഇവിടെ ഒരിക്കലും ഉറങ്ങുന്നില്ല. അപ്പൊ ഞാനിത് വായിച്ചപ്പോ പറയാറല്ലേ. തീർച്ചയായിട്ടും ഈ വീക്കെൻഡ് ഒക്കെ ആയി കഴിഞ്ഞാൽ അവിടെ ആട്ടിപ്പൊളിയാണെന്നാണ് പറയുന്നത്. അപ്പം ഒരു ഉത്സവ മേളമാണ്, ഒരു ഉത്സവ പറമ്പാണ്. ഒരിക്കലെങ്കിലും ദുബായിൽ എത്തിയിട്ടുണ്ടെങ്കിൽ കരാമയിൽ പോകണം. അവർക്ക് അറിയാത്ത ആളുകൾ ഉണ്ടാവില്ല, കാരണം അതെന്തായാലും ഒരു പ്രധാനപ്പെട്ട കേന്ദ്രമാണ് ദുബായിലെ. അപ്പൊ കരാമയിലെ വിശേഷങ്ങൾ നോക്കാം. അരുൺ പറാട്ടാണ് കരാമയിലേക്ക് യാത്ര ചെയ്തത്. നോക്കാം. ഇത് കരാമ. UAE-യിലെ മലയാളികളുടെ ചങ്കും ചങ്കിടിപ്പുമാണ് ഈ ഒരു പ്രദേശം. വൈകുന്നേരമായാൽ ഇവിടെയുള്ള തെരുവുകൾക്ക് വല്ലാത്തൊരു സൗന്ദര്യമാണ്. നാട് വിട്ട് ദുബായിലെത്തിയവർക്ക് ഇവിടെ ഒരു മിനി കേരളമുണ്ട്. മുക്കിലും മൂലയിലും മലയാളിത്തം നിറഞ്ഞു നിൽക്കുന്ന ദുബായ് മലയാളിയുടെ സ്വന്തം കരാമ. വൈകുന്നേരം ജോലിയൊക്കെ കഴിഞ്ഞ് ഈ തെരുവുകളിലൂടെ ഇങ്ങനെ നടക്കണം. വല്ലാത്തൊരു ഫീലാണ്. ഓരോ വൈകുന്നേരങ്ങളിലും സൗഹൃദങ്ങളുടെ പൂക്കാലമാണിവിടെ. വാരാന്ത്യ അവധി ദിനങ്ങളിൽ കരാമ ഉത്സവപ്പറമ്പാകും. എത്ര ഏരിയകൾ ഉണ്ടെങ്കിലും നമുക്കൊരു ചായ കുടിക്കാനോ, അല്ലെങ്കിൽ മലയാളി എന്ന നിലയിൽ ഒരു ചായ കുടിക്കാനോ അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കാനോ ഫാമിലി ആയിട്ട് എല്ലാ ആഴ്ചയിലും എന്ന് പറഞ്ഞ പോലെ വന്നൊരു സ്ഥലമാണ്. കളർഫുൾ ആയിട്ടുള്ള എന്താ പറയുക, നമുക്ക് മനസ്സ് നിറയും. കമ്പനി എടുക്കുക, ചായകളെ കുടിക്കുക, എന്നിട്ട് സൊറ പറയുക, എന്നിട്ട് അതെല്ലാം മെയിനായിട്ട് മലയാളി. ദുബായിയുടെ അടുക്കള എന്ന് വേണമെങ്കിൽ നമുക്ക് ഈ ഒരു പ്രദേശത്തെ പൊതുവെ പറയാം. കാരണം 5000-ലധികം ചെറുതും വലുതുമായിട്ടുള്ള റെസ്റ്റോറൻറ്റുകളും ഹോട്ടലുകളുമാണ് ഈ ഒരു പ്രദേശത്തുള്ളത്. ഓരോ ബിൽഡിങ്ങുകളെയും താങ്ങി നിർത്തുന്നത് ഇത്തരത്തിലുള്ള റെസ്റ്റോറൻറ്റുകളാണെന്ന് വേണമെങ്കിൽ തമാശയായിട്ട് പറയാം. മറ്റൊന്നുകൂടിയുണ്ട്. ഹോട്ടലുകളുടെ പേരിലടക്കം തനി മലയാളി ലുക്കും ഫീലുമാണ്. കരാമയിലെ വൈബാണ്. വീക്കെൻഡ്സിന് അവിടെ ചെറുതുണ്ട്, അടിപൊളിയാണ്. ഇവിടെ ജീവിക്കുന്ന മലയാളികളോട് ജോലി കഴിഞ്ഞില്ലേ, ഇനി എന്താ പരിപാടി എന്ന് ചോദിച്ചാൽ മിക്കവരുടെയും ഉത്തരം വാ കരാമയിൽ പോയി ചായ കുടിച്ചു വരാം എന്നായിരിക്കുമെന്ന് ഉറപ്പാണ്. UAE-യിലെ ഏത് എമിറേറ്റിൽ താമസിക്കുന്ന മലയാളിയാണെങ്കിലും ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഈ ഒരു പ്രദേശം സന്ദർശിക്കാതെ മടങ്ങാറില്ല. അത്ര സ്നേഹമാണ് ഈ കരാമയോട് മലയാളികൾക്ക്. മലയാളിയുടെ സ്വന്തം കരാമയിൽ നിന്നും ശരചെറുകുന്നതിനൊപ്പം അരുൺ പാറാട്ട്, 24. അപ്പൊ കരാമ എന്ന് പറഞ്ഞ് കേട്ട ആൾക്കാർക്ക് ഇപ്പോൾ ഒന്നുകൂടെ കണ്ടപ്പോൾ അവിടുത്തെ അതിന്റെ ഒരു കേരള തനിമ എന്താണെന്ന് മനസ്സിലായല്ലോ. ഏതാണ്ട് ഒരു മിനി കേരളം തന്നെയാണ്. അതായത് ഏത് ഭക്ഷണം കഴിക്കണമെങ്കിലും, അതായത് ഇന്ത്യയിൽ നിന്നുള്ള അല്ലെങ്കിൽ കേരളത്തിൽ നിന്നുള്ള ഏത് ഭക്ഷണം കഴിക്കണമെങ്കിലും കരാമേസ് എന്തായാലും കിട്ടാണ്ടിരിക്കില്ല, ഉറപ്പായിട്ടും. യെസ്, അപ്പോൾ എല്ലാ പ്രേക്ഷകർക്കും ഒരു നല്ല രാത്രി, ശുഭരാത്രി, നല്ല നിദ്ര ആശംസിക്കുകയാണ്. തൽക്കാലം ഇന്നത്തെ ഗുഡ് നൈറ്റ് വിത്ത് പ്രജിൻ ആൻഡ് പ്രവിത ഇവിടെ അവസാനിക്കുകയാണ്. നാളെ വീണ്ടും കാണാം. എല്ലാ പ്രേക്ഷകരെയും ഞങ്ങൾ നാളെ രാത്രി വീണ്ടും കാത്തിരിക്കും. അപ്പം until then, bye. Good night. Good night.